നമ്മൾ നമ്മളെക്കാൾ ഏറെ മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങുന്നത് മുതൽ നമ്മൾ തോറ്റു തുടങ്ങും. സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ ഒരു വെല്ലുവിളിയോടെ നേരിടാൻ കഴിയുമ്പോഴാണ് വിജയിക്കുക. അന്നമായാലും സ്നേഹമായാലും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അറിഞ്ഞു തരുമ്പോഴാണ് വില ഉണ്ടാകുന്നത്. ബന്ധങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിച്ച് ജീവിക്കരുത്. നിങ്ങളുമായി ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ഏതവസ്ഥയിലും ബന്ധം കാത്തു സൂക്ഷിക്കും. നിങ്ങൾ കരഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ നോവൂ എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ജീവിച്ചു തുടങ്ങും. ജീവിതത്തിൽ ഇതുവരെ വന്നതിനേക്കാൾ ഒന്നും ഇനി വരാനില്ല എന്നതാണ് ഏറ്റവും വലിയ ധൈര്യവും കരുത്തും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചവർ ഇന്നും ജീവനോടെ ഇരിക്കുന്നു എങ്കിൽ അവർ ജീവിതത്തെ ജയിക്കാൻ കഴിയുന്നവരാണ്. തളർത്താൻ നിൽക്കുന്നവരെ കണ്ടില്ലെന്ന് നടിച്ചും താങ്ങായി നിൽക്കുന്നവരെ കേൾക്കാൻ ശ്രമിച്ചും മുന്നോട്ടു പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ജീവിതം ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും ലക്ഷ്യം നേടി മടങ്ങുമ്പോഴും പിന്നിട്ട വഴികളെയും കൂടി നിന്നവരെയും സ്നേഹം തന്നവരെയും മറക്കാതിരിക്കുക. ഈ ജീവിതത്തെ ശരിക്കും മനോഹരമാക്കുന്നത് പണമോ അറിവോ കഴിവോ നേട്ടങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമല്ല, കൂടെയുള്ള കുറേ മനുഷ്യരാണ്. എല്ലാം ലഭിക്കുന്നവർ മാത്രമല്ല ഭാഗ്യവാന്മാർ, അവരവർക്ക് ലഭിക്കുന്നത് പ്രയോജനപ്പെടുത്തുന്നവരും ഭാഗ്യവാന്മാരാണ്. പരിശ്രമം ഇല്ലാത്ത സ്വപ്നങ്ങൾ വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്. പരിശ്രമിച്ചാൽ അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. സ്വന്തം ബുദ്ധിമുട്ടുകളും കുറവുകളും കാര്യമാക്കാതെ ഒരാൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് സഹായമല്ല, സ്നേഹമാണ്. തിരിച്ചറിയാതെ പോകരുത്. ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതോടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം സാഹചര്യം മാറുമ്പോൾ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതോടെ തീരും. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം അവസാനം വരെ നിലനിൽക്കും. നേരിടാൻ കഴിയില്ല എന്ന് കരുതിയതിനെ നേരിടാൻ പഠിപ്പിച്ചതിനും മറക്കാൻ കഴിയില്ല എന്ന് കരുതിയതിനെ മറക്കാൻ പഠിപ്പിച്ചതിനും ഒറ്റ പേര്: സാഹചര്യം. കഴിവ് കാണിക്കാൻ അറിവ് വേണം, അതുപോലെ ബഹുമാനം ലഭിക്കാൻ നല്ല സ്വഭാവം വേണം. ബന്ധങ്ങളുടെ നിലനിൽപ്പ് ഒരിക്കലും മധുരമായ ശബ്ദത്തിലോ മനോഹരമായ മുഖത്തിലോ അല്ല, നല്ല മനസ്സിലും തകർക്കാൻ കഴിയാത്ത വിശ്വാസത്തിലുമാണ്. മറന്നുപോയവരെയും മാറിപ്പോയവരെയും മടുത്തുപോയവരെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക. മനസ്സിലാക്കിയവരെ ചേർത്ത് പിടിക്കുക. ജീവിതം സുന്ദരമാകും. 100 പേർ ചിലപ്പോൾ കൂടെയുണ്ടാകും. ഒരുപക്ഷെ അതിൽ ഒരാൾക്ക് മാത്രമായിരിക്കും നമ്മുടെ സ്വപ്നങ്ങൾ ശരിക്കും തിരിച്ചറിയാനാവുക. ഒരു നിമിഷത്തെ ദേഷ്യപ്രകടനം ചിലപ്പോൾ 1000 നിമിഷത്തെ കുറ്റബോധം നമുക്ക് സമ്മാനിച്ചേക്കാം. നീ നിനക്ക് വേണ്ടി ജീവിക്കുക. തോൽവികളിൽ തളരാതെ മുന്നോട്ടു പോവുക. കാരണം നീ എന്തെന്ന് നിനക്ക് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കാൻ സാധിക്കും. ഓരോ മനുഷ്യനും ഓരോ പാഠപുസ്തകങ്ങളാണ്. പലവിധ അനുഭവങ്ങൾ തിങ്ങി നിറഞ്ഞ പാഠപുസ്തകം. ജയിച്ചവരുടെയും പരാജയത്തോടെയും ജയിച്ചിട്ടും തോറ്റുപോയവരുടെയും പാഠപുസ്തകം.